കോട്ടയത്തൊരു മൂത്ത പുള്ളിച്ചൻ. അല്ലടാ സാപ്പേ, നിന്റെ ഉപ്പാന്റെ ബോധം പോയിന്ന് പറഞ്ഞല്ലോ, അത് തിരിച്ചു വന്നോ? ബോധമൊക്കെ തിരിച്ചു വന്നിക്കണ്, പക്ഷെ മൂപ്പർക്ക് ഇപ്പൊ പെരയിൽ ഇരിക്കാൻ തോന്നില്ല. ക്യാ ഹുവാ, എന്തു പറ്റി? വാപ്പാടെ കയ്യുമ്പോ ഒരു വാച്ച് ഉണ്ടായിരുന്നു. അത് ഉമ്മാന്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊടുന്ന വാച്ചാ. ഇപ്പൊ അത് കാണാലെന്ന് പറഞ്ഞു വാപ്പാക്ക് പെരയിൽ ഇരിക്കാൻ തോരം കൊടുക്കണില്ലമ്മ. അതാരാ കൊണ്ടുപോയി? അത് ജിന്നു കൊണ്ടുപോയതാ. എന്തിനാ ജിന്നിന് വാച്ച്? സമയം നോക്കാനോ? അതൊന്നും ഞമ്മക്കറിയൂല, പക്ഷെ വാച്ച് കാണാനില്ല. എന്തോരം വില പിടിപ്പുള്ള വാച്ചാന്നറിയോ? 1,00,000 രൂപന്റെ വാച്ചാ. എന്ത്? 1,00,000 ഒന്നും ഇല്ലെങ്കിലും ഒരു 50,000 രൂപന്റെ വാച്ചാ. എങ്ങനെ? സത്യം പറഞ്ഞ 800 റുപ്യന്റെ വാച്ചാ. പക്ഷെ വാച്ചല്ലേ, വാച്ച് കാണാതിരിക്കാൻ പറ്റൂലല്ലോ. വാച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഉമ്മക്ക് ഭ്രാന്താവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആ വാച്ച ജിന്നിനോടൊന്ന് ചോദിച്ചു നോക്കിയാ പോരെ? അത് ജിന്നാണ്, അല്ലാതെ എന്റെ വാപ്പല്ല പോയി ചോദിച്ചു നോക്കാന്. ജിന്ന് തരും, അല്ലെങ്കിൽ ജിന്നിന്റെ കൊരവള്ളി പിടിച്ച് പൊട്ടിക്കും. ബെസ്റ്റ്, ജിന്ന് പിടിച്ച് നിന്റെ കൊരവള്ളി പൊട്ടിക്കഴിഞ്ഞാ മതി. എന്റെ ബലമായ സംശയം ആ വാച്ച് അവിടെ എങ്ങാനും ഉണ്ടാവുന്ന. നമുക്കൊന്ന് പോയി തപ്പി നോക്കിയാലോ? അതൊക്കെയാണ്. നിന്റെ ഉമ്മാനെ വിളിച്ചൊരു ധൈര്യത്തിന്. അത് വേണോ? വേണം. എന്നാ ഓക്കെ. അപ്പൊ ഗെയ്സ്, നാളെ ഞങ്ങള് 3 ആളും പാടെ. 3 ആൾക്കാരല്ല, എന്റെ ഉമ്മയും കൂടെ ഉണ്ട്. 4 ആൾക്കാര്. ഞങ്ങള് 4 ആൾക്കാരും പാടെ ജിന്നിന്റെ കയ്യിൽ നിന്ന് വാച്ച് വാങ്ങാൻ പോവാണ്. അപ്പൊ നിങ്ങള് നാളത്തെ എപ്പിസോഡ് മറക്കാതെ കണ്ടോളൂണ്ടി. അത് മാത്രല്ല, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ കാണാം. ബൈ.